ഹലോ ബിഗ് ബോസ്. അനീഷ്, നമ്മളോട് ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുമ്പം തീർച്ചയായും നമ്മൾ അതിന് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിന്ന് കേൾക്കും. ഇവിടെ അനീഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അംഗീകരിക്കാൻ വല്ലാത്ത പാടാണ്. ആ വീട്ടിലെ ക്യാപ്റ്റനാണ് അനീഷ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു ഗൃഹനാഥൻ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഈ ഗൃഹനാഥൻ്റെ അടുത്തായിരിക്കും. അപ്പം നമ്മൾ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കേട്ടിട്ടും അതിന് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്, അതൊരു തരം വൃത്തികെട്ട മെൻറ്റാലിറ്റിയാണ്. ഇവിടെ അനീഷ് കാണിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് വെസൽ ടീമിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുമായിരുന്നു. ഞാൻ അബീർത്തോ ഷാനവാസിക്കാർത്തോ ഒന്ന് ഡൈനിങ് ടേബിൾ തുടയ്ക്കാമോ എന്ന് ചോദിച്ചു. ഡൈനിങ് ടേബിൾ നമ്മൾ ഇപ്പൊ ഡൈനിങ് ടേബിൾ നോക്കിയാൽ കാണാം, എല്ലാ ദിവസവും നമ്മൾ തുടക്കുന്നതാണ്. എങ്കിൽ പോലും ഗ്ലാസ് വെക്കുന്ന പാടും പ്ലേറ്റ് വെക്കുന്ന പാടും ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് തുടച്ചപ്പോൾ തന്നെ മുഴുവൻ പൊടിയാണ്. അത് വൃത്തിയായിട്ട് തുടയ്ക്കാൻ ഒന്നെങ്കിൽ ഒരു ക്ലോത്ത് വേണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണം. ടിഷ്യൂ ആണെങ്കിലും നമുക്ക് വെള്ളം നിറച്ച് തുടക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ ക്യാപ്റ്റനോട് അത് അഭിചെന്ന് സംസാരിച്ചപ്പോ ക്യാപ്റ്റൻ വക വെച്ചില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ ഇയാളുടെ ചെന്നു. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഞാൻ ഇയാളെന്ന് പറഞ്ഞു, ക്യാപ്റ്റൻ ബ്രോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അനങ്ങില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അനീഷ് ബ്രോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനങ്ങില്ല. ക്യാപ്റ്റൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പേഴ്സണൽ കാര്യമല്ല, ഞങ്ങളുടെ വെസൽ ടീമിന്റെ കാര്യമാണ്. ഞാൻ എടുത്തു പറഞ്ഞു. ഇയാൾ അവിടുന്ന് കൈ കഴുകി ഇവിടെ വന്നു, മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൊ ഷാനവാസിക്ക് ഇതാണോ അനീഷ് താൻ ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്? ഈ ഒരു സ്വഭാവം വച്ചിട്ട് താൻ എത്ര നാൾ ജീവിക്കും? ഒരു സഹായം വേണ്ടി വന്നാൽ താൻ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ അടുത്തോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. അത് ഓർത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. തനിക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത്, അതിപ്പം മെഡിക്കൽ എമർജൻസി എന്തോ ആവട്ടെ, ഒരു സിറ്റുവേഷൻ വരുമ്പം അവരുടെ അടുത്ത് പോയിട്ട് താൻ എന്തെങ്കിലും പറയുമ്പം ഇതേ രീതിയിൽ അവർ തിരിച്ച് പെരുമാറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. എന്താണ് പറയാനുള്ളത് കേക്ക് അതുപോലെ കേൾക്കാൻ മനസ്സിലാക്കാതെ ഇയാൾ പോയിരിക്കുകയാണ്. ഇയാൾ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അന്നെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞാൻ അഭിലാഷിനോട് ഈ വിഷയത്തെ കുറിച്ച് ഒരു അരമണിക്കൂറോളം ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിലാഷിനോട്. ഇയാൾ ഈ മണിക്കൂറിൻ്റെ കണക്ക് എവിടുന്ന് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഇടയിൽ അനുവിൻ്റെ അടുത്ത് 1 മണിക്കൂറിൻ്റെ കഥ പറയുന്നുണ്ട്, ഇപ്പോൾ അതേ അരമണിക്കൂറിൻ്റെ കാര്യം പറയുന്നു. ഈ മണിക്കൂറുകൾ എങ്ങനെ ഇങ്ങേർക്ക് മനസ്സിലാവുന്നു? ഇനി ഇങ്ങേർക്ക് പ്രത്യേകിച്ച് വല്ല ക്ലോക്കും ഉണ്ടോ അതിൻ്റെ അകത്ത്? അഭിലാഷിനോട് അരമണിക്കൂർ പറഞ്ഞു. പക്ഷെ ബിഗ് ബോസ് അതിനൊരു കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്ലോത്ത് ഉണ്ട്, അതെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റന്റെ പെർമിഷനാണ് ഞാൻ വന്നത്. അത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ പറ്റില്ല, ഇപ്പോൾ ഉള്ള രീതി തന്നെ പോകാൻ. അതാണ് പറയുന്നത്, അതൊക്കെ പറ്റില്ല. ഈ എന്റെ ഭാഗം കേൾക്കൂ, എന്റെ ഭാഗം കേൾക്കൂ. ഞാൻ പറയട്ടെ, ഷാരിക്ക് 2 ദിവസം മുൻപ് എന്നോട് ഈ വിഷയം അതും ഞാൻ ബിഗ് ബോസിനോട് സംസാരിച്ചിരുന്നു. ആ മാന്യത ഇല്ലാന്നാണ് അവൻ ഈ സ്വഭാവത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ആൾക്കാർ പറയുന്നത് എന്താണെന്നെങ്കിലും കേൾക്കാനുള്ള മനസ്സങ്ങനെ കാണിക്കുമായിരുന്നു. പിന്നെ താൻ എന്നാത്തിനാ ഈ പണി ഏറ്റെടുത്തത്? പച്ചക്കില്ലെങ്കിൽ ഇട്ടിട്ട് പോണോ? അറ്റ്ലീസ്റ്റ് കാര്യം പറയുമ്പോ വെസൽ ടീമിലെ 3 പേരാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ. എല്ലാ വെസൽ ടീമിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന ഒരു തീരുമാനം ഉണ്ടാക്കും. കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വെസൽ ടീം എല്ലാവരും ഒന്ന് ചർച്ച ചെയ്ത് നിങ്ങളിൽ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി അതാണ് എന്തെങ്കിലും ആൾക്കാർ സീരിയസ് ആയിട്ട് പറയാൻ നിൽക്കുമ്പോൾ അങ്ങയുടെ ഒരു നാട്ടത്വമുണ്ട്. ഒന്നിക്ക് ആ ഇതിന് ചുറ്റും നടക്കും, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് നടക്കും. ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് നിൽക്കാൻ അറിയത്തില്ല ആൾക്കാർ സംസാരിക്കുമ്പോൾ. തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി മാത്രമേ അറിയത്തുള്ളൂ. ഈ പറയാനുള്ള ആൾക്കാർ ഇങ്ങയുടെ പുറകെ ഓടണോ സംസാരിക്കാൻ വേണ്ടിയിട്ട്? ഇതുപോലെയാണോ ഞാൻ പറയുന്നത്? കാര്യം പോലും കേൾക്കാൻ തനിക്കറിയാമായിരുന്നു ഞാൻ എന്താണ് എന്റെ അടുത്ത് പറയാൻ വന്നത്? ഇല്ലല്ലോ,
നിനക്കറിയാമായിരുന്നതിൽ അതിൽ സൊല്യൂഷൻ നീ കണ്ടുപിടിച്ച് അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇല്ലാതെ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചാൽ ഞാൻ ചെവി തരില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എന്റെ ചെവി തുറന്നിട്ടുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ എന്റെ ചെവി ഒരു തരം, 2 തരം, 3 തരം ലേലം ഉറപ്പിച്ചിരിക്കുന്നു. അല്ലാതെ പിന്നെ എന്തോന്ന് പറയാൻ? നീ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലേലം വിളിക്കുന്നു എന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്തോന്ന് പറയാൻ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം, എനിക്കൊരു കാര്യം പറയാൻ പറ്റുമോ? ഇൻഫെക്ഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ചേട്ടൻ ഇവിടെ നിന്നാലും എനിക്ക് ഒച്ചയില്ല. ഒരാള് ഈ താഴ്ന്ന് സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അനീഷ് ഇവിടെ കിടന്ന് ഓടും. ഒരവസരം കിട്ടുമ്പോൾ തിരിച്ച് ഇതൊക്കെ പണി വരാത്ത നോക്കിക്കോ അനീഷേ. ഇപ്പോഴും ഇതുപോലെ നടക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഈ ചെയ്തതിനൊക്കെ അതുപോലെ തിരിച്ച് കിട്ടും. ഇതിനകത്ത് തന്നെ എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. നീ ഈ കാണിച്ച അതേ പരിപാടി അവർ നിന്നോട് ആ സമയത്ത് തിരിച്ച് കാണിക്കത്തുള്ളൂ. ശരി എന്നാൽ ടാറ്റ.